ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്താവണം അന്വേഷണമെന്ന് PV അൻവർ MLA പറഞ്ഞു. സർക്കാരും മുഖ്യമന്ത്രിയും പോലീസ് ചട്ടങ്ങളുമൊന്നും തനിക്ക് ബാധകമല്ലെന്ന് അജിത് കുമാർ തെളിയിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തോടൊപ്പം തന്നെ നിയമപരമല്ലാത്ത ഒരു അന്വേഷണം അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പോലീസിൻ്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം. തനിക്ക് തെളിവുകളും വിവരങ്ങളും എങ്ങനെ കിട്ടി, അതുമായി ബന്ധപ്പെട്ട പോലീസുകാർ ആരൊക്കെ, വ്യക്തികൾ ആരൊക്കെ എന്നെല്ലാം സമാന്തരമായി ഇവർ അന്വേഷിക്കുന്നുണ്ടെന്നും PV അൻവർ പറഞ്ഞു. എനിക്ക് ഈ തെളിവുകൾ കിട്ടിയത് SIT അന്വേഷിക്കുന്നുണ്ടല്ലോ. അതെല്ലാം നിലനിൽക്കുമ്പോൾ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിട്ട് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഒരു പാരലൽ അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. അപ്പോൾ ഈ ഗവൺമെന്റ്, മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ പോലീസിന്റെ ചട്ടങ്ങളും മാനുവലും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് ആവർത്തിച്ച് അജിത് കുമാർ തെളിയിക്കുകയാണ്. ആ ചട്ടലംഘനം തന്നെ മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. പോലീസിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ഇല്ലാതെ പാരലായി അജിത് കുമാർ കഴിഞ്ഞ 3-5 ദിവസമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ തെളിവുകൾ എങ്ങനെയാണ് PV അൻവറിന് ലഭിച്ചത് എന്ന് നടത്തുന്ന അന്വേഷണം ചട്ടലംഘനമാണ്. ആ ചട്ടലംഘന പ്രകാരം തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, PV അൻവർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ചെറിയ തെളിവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി തേടിയത്. ഈ രണ്ട് കാരണം തന്നെ മതി. ഈ രണ്ട് കാരണം കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിനൊരു പെറ്റീഷണർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇല്ല, സസ്പെൻഡ് ചെയ്താൽ എല്ലാം പോയില്ലേ. ഇപ്പം മാറ്റുക എന്നതിൽ നിന്ന് മാറിയല്ലോ. ആ ഒരു സിറ്റുവേഷൻ മാറി, അടുത്തൊരു സ്റ്റേജിലേക്ക് കേസെത്തി. ഇവിടെയാണ് ഇപ്പോൾ ഞാനത് പറയുന്നത്. മുമ്പ് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അതല്ല, ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ, ഇത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് CM-ൻ്റെ അടുത്തേക്ക് എത്തും. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്, ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പറയുന്നത്, ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലെത്തി, രാത്രി തന്നെ അദ്ദേഹം അതിനെ ഓർഡറാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 7 ദിവസം ഇത് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ട് ഞാൻ ഉന്നയിച്ച ചോദ്യമില്ല, നിങ്ങളെല്ലാവരും ഉന്നയിച്ചതാണ്. കേരളത്തിലെ ജനം അന്വേഷിച്ചാണ് എന്താ ഇത് നീണ്ടുപോകുന്നത്. ആ നീണ്ടുപോകേണ്ടുന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി, ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പോൾ കാണുകയാണ്. അതായിരിക്കും യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ ഈ സംശയം ദൂരീകരിക്കാൻ? ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത്. പത്രക്കുറിപ്പ് ഇറക്കിയില്ലല്ലോ. അപ്പോഴും എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ, 8 ദിവസമായിട്ട് മുഖ്യമന്ത്രിന് അനുമതി കൊടുക്കുന്നില്ല എന്ന ഒരു ചർച്ച കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടുനിന്നു. അത് അതിനും വലിയ ബാധകല്ലേ? അതിനാണ് ഉത്തരം പറയണ്ടേ? എന്തൊരു പത്രക്കുറിപ്പ് ഇറക്കിക്കൂടെ? എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും മുൻനിലയിൽ ഈ കഴിഞ്ഞ 8 ദിവസം നിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അതാണ് ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ? മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ. പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം. എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ. BVOC Radiology and Imaging Technology, BVOC Food Technology, BVOC Dialysis Technology, BVOC Medical Laboratory Technology, BVOC Optometry, BVOC Nutrition and Dietetics. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൽ, കുറ്റിപ്പുറം.